അവർ കുഞ്ഞുണ്ടായതേ ഉള്ളൂ. ആ കുഞ്ഞിനെ നീ ആദ്യം കൊല്ലം, എന്നിട്ട് നീ ചാവ്. ഇതാണ് യോജോവോട് കളിച്ച ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ് ഞാനീ പറഞ്ഞത്. തമാശക്കളിയല്ല. അല്ല, ഇത് കളിക്കാനേ പാടില്ല. കൃഷ്ണനെ കണ്ടു, മഹാദേവനെ കണ്ടു, ഇല്ലേ, ദേവിയെ കണ്ടു. സത്യമാണ്. കാര്യം അവരുടെ പോർട്ടൽ ഡിവൈൻ കണക്ഷനാണ്. വേറെ നിവൃത്തിയൊന്നുമില്ലാതെ പേരൻസ് കൊണ്ട് സൈക്യാട്രി വാർഡിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോർട്ടൽ ഓപ്പണിങ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. മക്കൾക്കെതിരെ ദുർമന്ത്രവാദം ചെയ്യുന്നവരുണ്ട്, ഭാര്യയ്ക്കെതിരെ ദുർമന്ത്രവാദം ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്. വെല്ലിപ്പൻ വെല്ലിമ്മ എന്നൊക്കെ പറയുന്ന അവർ പറഞ്ഞു തന്ന അറിവുകൾ വല്ലതും ഈ കാലഘട്ടത്തിലുള്ളവർക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഈവനിങ്ങിൽ സന്ധ്യ പ്രാർത്ഥന, നാമജപമൊക്കെ നടത്തുമ്പോഴും അങ്ങനെ കേട്ട് വളർന്നു വന്ന ഒരു ജനറേഷൻ്റെ മൈൻഡ് എന്താണ്? ശാന്തമാണ്. അവിടെ എപ്പോഴും എന്താണ്? മറ്റുള്ള ആളുകളോട് സൗമ്യതയും സ്നേഹവും കരുണയും ആർദ്രതയും ദയൊക്കെയാണ്. അതേസമയം ഇതൊന്നും ഇപ്പം ഇല്ല. സ്വയം നമ്മൾ വീക്കാണ് എങ്കിലത്തെ കേസാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള ഒരു മകനെയോ മകളെയോ ഓർത്ത് ഒരു അപ്പനോ അമ്മയോ ദിവസങ്ങളോളം കരയുക എന്ന് പറയുന്നത്, അതും ഹ്യൂമൻലി മാനുഷികപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വേദനയിൽ നിന്ന് കരകയറാനൊക്കെ വലിയ ഡിഫിക്കൽറ്റാണ്. പക്ഷേ എന്നാൽ അവർക്കൊരു ആത്മീയ മണ്ഡലമുണ്ടെന്നും ആത്മാവിൻ്റെ ലോകത്തിൽ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് അവർക്ക് ഇരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കണമെന്നും അവർക്ക് നന്മയുണ്ടാകണമെന്നും റീബർത്ത് ഉണ്ടെങ്കിൽ റീബർത്തിലേക്ക് പോകണം ഈശ്വര എന്നും പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കരയാം, കരച്ചിൽ എല്ലാവർക്കും വരും. പക്ഷേ കൂടുതൽ നമ്മൾ കരയും തോറും അവിടെയും ഈ പറയുന്നത് പോലെ എനർജി വീക്ക്നെസ് അവർക്കുണ്ടാകും. അതിൻ്റെ ആവശ്യമില്ല. പകരം നന്മയുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കും. മാം, ഇതിൽ ഓജോ ബോർഡിൻ്റെ കാര്യം അതിൽ കൂടുതൽ പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഈ ഓജോ ബോർഡ് എടുത്തിട്ട് അനാവശ്യമായി ഈ കുട്ടികളൊക്കെ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ യുവാക്കളൊക്കെ ചേർന്നുകൊണ്ട് നമുക്ക് ഓജോ ബോർഡ് കളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊരു വലിയ അപകടത്തിലേക്കാണ് അവരെ കൊണ്ടുപോവുക എന്നുള്ളതല്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞ കേസാ, ഇൻക്ലൂഡിങ് സ്ത്രീകൾ ഉൾപ്പെടെ ചെയ്ത കേസസ് ഉണ്ട്. അപ്പോൾ അവർക്കറിയത്തില്ല ഒരു സോള് ആത്മഹത്യയൊക്കെ ചെയ്തൊരു സ്പിരിറ്റ് ഇവരോട് കണക്റ്റ് ആയെന്നൊന്നും അവർ അറിഞ്ഞു പോലുമില്ല. ഒരു കുട്ടി ഉണ്ടായിട്ട് പോലും ആ കുട്ടീനെ കൊന്നിട്ട് നീയും ചാവ് എന്നുള്ള മെസ്സേജാണ് അവർക്ക് റെഗുലർലി അവർക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ അടുത്ത് വന്ന കേസൊക്കെ ഉണ്ട്. അവർ കുഞ്ഞുണ്ടായതേ ഉള്ളൂ. ആ കുഞ്ഞിനെ നീ ആദ്യം കൊല്ലം, എന്നിട്ട് നീ ചാവ്. ഇതാണ് യോജോവോട് കളിച്ച ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ് ഞാനീ പറഞ്ഞത്. തമാശക്കളിയല്ല. അല്ല, ഇത് കളിക്കാനേ പാടില്ല. ഒരു കളിയൊന്നുമില്ല. പക്ഷെ നമ്മുടെ സിനിമകളും നമ്മുടെ ഈ പല കാര്യങ്ങളുമൊക്കെ സ്വാധീനിച്ചിട്ട് ആളുകൾ ഒന്ന് കളിച്ചു നോക്കാം എന്നൊക്കെ കരുതിയിട്ടാണ്. അതുകൊണ്ടാണ് കൂടുതലൊന്നും ഞാൻ പറയില്ല എന്നേ പറഞ്ഞത്. കാര്യം നമ്മളീ പറയുന്നത് നമ്മളൊരു അവയർനെസ്സിന് വേണ്ടി പറയുന്നത്. പക്ഷെ അന്നേരം കൂടുതൽ ക്യൂരിയോസിറ്റിക്ക് പോകും. അത് വേണ്ട. തെറ്റാണ്, ഡേഞ്ചറസ് ആണ്. അതുപോലെ തന്നെയാണ് ഡ്രഗ്സും. സിനിമയ്ക്കകത്ത് ഡയലോഗൊക്കെ പറയാം, പക്ഷേ പ്രാക്ടിക്കലി ഇതിൻ്റെ അകത്തൊരു സ്പിരിച്വൽ വശം ഇതാണ്. ഇറ്റ്സ് ഹൈലി കോംപ്ലിക്കേറ്റഡ്. പോർട്ടൽ ഓപ്പണിംഗ് ആണ്, അത് ചെയ്യാൻ പാടില്ല. അതേസമയം സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ പറയത്തില്ലേ, കൃഷ്ണനെ കണ്ടു, മഹാദേവനെ കണ്ടു, ഇല്ലേ, ദേവിയെ കണ്ടു. സത്യമാണ്. കാര്യം അവരുടെ പോർട്ടൽ ഡിവൈൻ കണക്ഷനാണ്. മറ്റേ കേസ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള കേസസ്, എൻ്റെ ക്ലയൻസിൻ്റെ മക്കളുടെയൊക്കെ കേസസ് എന്ന് പറയുന്നത് ഈവിൾ എൻറ്റിറ്റീസാണ്. സത്യമാണ്. അവർ കണ്ടു, പിന്നെ അവർ പകച്ചുപോയി, പിന്നെ അവർക്ക് പേടിയാണ്, ഫ്രാൻറ്റിക്കായി. ചില ആളുകൾ എക്സ്ട്രീം എന്താ പറയുക, ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. വേറെ നിവൃത്തിയൊന്നുമില്ലാതെ പേരൻസ് കൊണ്ട് സൈക്യാട്രി വാർഡിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോർട്ടൽ ഓപ്പണിങ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങളല്ലാണ്ടാവും. പക്ഷെ സൈക്യാട്രിയിൽ കാണിക്കുമ്പോൾ അത് അവർ ഇതിന് പല പേരുകൾ പറയും, പല കാര്യങ്ങൾ പറയും, ഇതൊക്കെ തോന്നലുകളാണ് എന്ന് പറയും. പക്ഷേ ഇതിനേക്കാളൊക്കെ അപകടകരമായ ചില വശങ്ങൾ ഇതിനുണ്ട് എന്നുള്ളതാണ്. ഉണ്ട്. ഫ്രീക്വൻസിയാണ്, മനസ്സിലായില്ലേ? ഫ്രീക്വൻസികൾ വേരിയേഷൻ ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു റേഡിയോ നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ
ഏതെങ്കിലും ഒരു സ്റ്റേഷൻ കേൾക്കണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഫ്രീക്വൻസിയിൽ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമല്ലേ. അപ്പോൾ സ്പിരിച്വലേക്ക് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന എൻ്റെയൊക്കെ കേസ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഫ്രീക്വൻസി കണക്റ്റഡ് ആയിരിക്കുന്നത് വേറൊരു ഡയമെൻഷനിലാണ്. അതേസമയം ഈ ഈവിൾ എൻറ്റിറ്റീസുമായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ ഫ്രീക്വൻസി ഫുള്ളി കണക്റ്റഡ് ആ ഒരു റലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ ഈവിൾ ഇത് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഒരാളെ ഹീൽ ചെയ്യുന്നതിന് വരെ ഒരാളെ എങ്ങനെ നശിപ്പിക്കാം. എന്തിനേറെ പറയുന്നത്, ഈ കുടുംബങ്ങൾക്കകത്ത് തന്നെ മക്കൾക്കെതിരെ ഉപദ്രവം ചെയ്യുന്ന പേരൻസ് ഉണ്ട്. അതെ, ഉണ്ട്. മക്കൾക്കെതിരെ ദുർമന്ത്രവാദം ചെയ്യുന്നവരുണ്ട്. ഭാര്യയ്ക്കെതിരെ ദുർമന്ത്രവാദം ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്. തിരിച്ചു ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഫൊർഗീവ് ചെയ്ത് ഫൊർഗെറ്റ് ചെയ്യുക വളരെ പ്രയാസകരമാണ്. അവരോട് ക്ഷമിച്ച് മൂവ് ഓൺ ചെയ്യുന്ന എത്ര പേരുണ്ട്? കീപ്പ് ഓൺ ഹരാസിങ് അല്ലാതെ. ഒരു ചോദ്യമാണ്, പലർക്കും അതിന് കഴിയാറില്ല. എന്തെങ്കിലും ഒന്ന് വന്നാൽ ഇപ്പോൾ ക്ഷേത്രത്തിൽ പോലും പോയിട്ട് അവൻ എന്തെങ്കിലും പറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുള്ള അതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പല ക്ഷേത്രങ്ങളിലും പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ പ്രാർത്ഥന എല്ലാം പോസിറ്റീവ് ഔട്ട്കം ആയിരിക്കും എന്നുള്ളത്. എന്നാൽ പോകുന്ന ഒരാൾക്ക് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ഇൻറ്റൻഷൻ വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു ക്ഷേത്രത്തിനും പോയില്ല, ഇരിക്കുന്ന മുറിയിൽ ഇരുന്നുകൊണ്ട് ഈശ്വരാർക്ക് നന്മ വരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതും ഈശ്വര സന്നിധിയിലെത്തും. ക്ഷേത്രത്തിൽ പോകണം നിർബന്ധമൊന്നുമില്ല, പള്ളിയിൽ പോകണം നിർബന്ധമൊന്നുമില്ല. എന്നാൽ അവിടത്തേക്കൊരു ചൈതന്യം വളരെ വ്യത്യാസമാണ്. സാധാരണ ആളുകളെ സംബന്ധിച്ച് ആ ചൈതന്യം ഇവർക്ക് അനിവാര്യമാണ്. കാര്യം ഹ്യൂമൻലി വീക്കായിട്ടുള്ള പല ഏരിയാസ് ഉണ്ട്. അവിടെ പോയിട്ട് അവൻ നശിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ കാണുമ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നു, അയ്യോ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്നു, ഭയങ്കര ഭക്തിയാണ് എന്നൊക്കെ പറയാം. എന്നാൽ ഉള്ളിൽ ചിന്തിക്കുന്നത് അവനെനിക്ക് കുറേ പൈസ തരാനുണ്ട്, ഇല്ലെങ്കിൽ അവൻ എന്നേക്കാളും കുറച്ചും കൂടെ ഇൻസെൻറ്റീവ് കൂടുതൽ കിട്ടുന്നുണ്ട്, അവനൊരു പണി കൊടുക്കണം, അല്ലെങ്കിൽ അവന് എന്നേക്കാളും നല്ല ബിസിനസ്സുണ്ട്, നല്ല കുടുംബമുണ്ട്, ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, ഞാനിങ്ങനെ നിൽക്കുക, അത് വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് പോയിട്ട് അർച്ചന കൊടുത്താലോ എന്താ അവസ്ഥ? അത് അയാൾക്ക് തന്നെ ദോഷമാണ് കുറേ കഴിയുമ്പം. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്തും ആ പാവ മനുഷ്യൻ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. മാം, അതുപോലെ ഈ പല കുട്ടികളും ഇപ്പോൾ വീഡിയോ ഗെയിമിങ്ങിന് അഡിക്റ്റഡാണ്. ഗെയിം കളിക്കാതെ രക്ഷയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവരും അത് കൊടുക്കാതെ രക്ഷയില്ല എന്നുള്ള നിലയിലേക്ക് രക്ഷിതാക്കൾ എത്തിയിട്ടുണ്ട്. പക്ഷെ പല രക്ഷിതാക്കളും അവർ പുറത്തു പോയി കളിക്കുന്നില്ലല്ലോ, അവർ വീഡിയോ ഗെയിമല്ലേ കളിക്കുന്നത്, കളിച്ചോട്ടെ എന്ന് പറയുകയും ഇപ്പോൾ പല സ്ഥാപനങ്ങളും വീഡിയോ ഗെയിം കളിക്കാനായിട്ട് പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു നല്ല വശമുണ്ട്, പക്ഷെ അതിന് ഒരു മോശം വശം, ഇപ്പം മാഡം പറഞ്ഞതുപോലെ ഈ പറയുന്ന ഒരു നെഗറ്റീവ് എനർജിയെ നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ, ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടാക്കാൻ ഈ വീഡിയോ ഗെയിം വല്ലാതെ സഹായിക്കുന്നില്ല എന്നല്ല, വല്ലാതെ ഉത്തരവാദിയല്ലേ? അതെ, താങ്കളെ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാര്യം ഈ വീഡിയോ ഗെയിംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ബിക്കമിങ് ലൈക്ക് ആൻ അഡിക്ഷൻ അല്ലേ. ചെറിയ പ്രായം മുതൽ കുട്ടികൾക്ക് അത് അഡിക്ഷൻ ആകുന്നു. ഈ അഡിക്ഷൻ ആയി കഴിയുമ്പോൾ അതിനകത്ത് എനിക്ക് മനസ്സിലായിടത്തോളം പല പല ടാസ്കുകളാണ് ഇതിൽ കൊടുക്കുന്നത്. ഈ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, ഫിഫ്ത്ത് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകും. പക്ഷെ അതിനകത്ത് ഈ ഫൈറ്റിംഗ് സീനാണ് എന്നുണ്ടെങ്കിൽ തല മാറ്റി മാറ്റി പരീക്ഷിക്കാനൊക്കെയുള്ള സിസ്റ്റമൊക്കെയുള്ള എന്തൊക്കെയോ വീഡിയോ ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റുന്നതിൻ്റെ അകത്ത് ഈ തലകളായിട്ടല്ലേ ബോഡി ഒക്കെ ആയിട്ട് മാറ്റാനായിട്ട് മിക്ക വീഡിയോ ഗെയിംസിലും കാണുന്നതൊക്കെ തന്നെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മിസ്ഫിഗേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയാനകമായിട്ടുള്ള രൂപങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ ഗെയിമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരാരാ ക്രിയേറ്റ് ചെയ്യുന്നത്? അവരുടെ ടാർഗറ്റ് ഏത് ഓഡിയൻസാണ്? അവരുടെ ടാർഗറ്റഡ് ഏജ് ഏത് ഗ്രൂപ്പാണ്? ഒരു പർട്ടിക്കുലർ ഏജ് ഓഫ് ഗ്രൂപ്പിലുള്ള ആളുകളെയാണ് ആ വീഡിയോ ഗെയിംസ് അട്രാക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറി പോകുവാണ്. ഓക്കെ, എനിക്കിങ്ങനെ ഇടിക്കാം, എനിക്കിങ്ങനെ ഫൈറ്റ് ചെയ്യാം, എനിക്കിങ്ങനെയൊക്കെ വെടിവെച്ച് കൊല്ലാം. സബ് കോൺഷ്യസ്ലി ഇത് കയറി പോവുക. ആ സബ് കോൺഷ്യസ് കോൺഷ്യസിലേക്ക് വർക്ക് ചെയ്യും.
തീർച്ചയായിട്ടും അതാണ് അവിടെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺസ് ആരാണ്? ഇത് ക്രിയേറ്റ് ചെയ്ത ആളാണ്. അവർക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താ? ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള. നമ്മൾ പറയുന്നത് എന്താണ്? റിയാലിറ്റിയാണ്. പറയുന്നതിൻ്റെ യഥാർത്ഥത്തിലെ മെയിൻ വശം എന്താണ്? ഇനിയെങ്കിലും പേരൻസും ടീച്ചേഴ്സും നമ്മളുമൊക്കെ ഇത് ടേക്ക് കെയർ ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? നല്ലൊരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ, നല്ല കുട്ടികൾ, നല്ല ഒരു ജനറേഷന്, അല്ലേ? ഇപ്പോൾ ഉള്ളവരാണ് ഫ്യൂച്ചറിലെ അപ്പനും അമ്മയും ഗ്രാൻഡ് പേരൻസും ഒക്കെ ആയി പോകുന്നത്. അപ്പോൾ ഈ ജനറേഷനെ ഡിസ്റ്റോർട്ട് ചെയ്തെങ്കിൽ ഇനി എന്താ സംഭവിക്കുക? ഈ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ജനറേഷനല്ലേ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള അപ്പനാവാം, ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള അമ്മയാകാം, ഗ്രാൻഡ് പേരൻസ് ആകും. നമ്മുടെ പണ്ട് കാലത്തെ മുത്തശ്ശന്മാർ, മുത്തശ്ശിമാർ, വല്യപ്പൻ, വല്യമ്മ എന്നൊക്കെ പറയുന്ന അവർ പറഞ്ഞു തന്ന അറിവുകൾ വല്ലതും ഈ കാലഘട്ടത്തിലുള്ളവർക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിനെന്ത് വേണം? മൈൻഡിനെ ഡിസ്റ്റോർട്ട് ചെയ്യണം. മൈൻഡിനെ ഡിസ്റ്റോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇങ്ങനത്തെ എലമെൻറ്റ്സ് ഇട്ട് കൊടുക്കണം. വീടുകളിൽ ബൈബിൾ വായിക്കുന്നതും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈവനിങ്ങിൽ സന്ധ്യാപ്രാർത്ഥന, നാമജപമൊക്കെ നടത്തുമ്പോഴും അങ്ങനെ കേട്ട് വളർന്നു വന്ന ഒരു ജനറേഷൻ്റെ മൈൻഡ് എന്താണ്? ശാന്തമാണ്. അവിടെ എപ്പോഴും എന്താണ്? മറ്റുള്ള ആളുകളോട് സൗമ്യതയും സ്നേഹവും കരുണയും ആർദ്രതയും ദയൊക്കെയാണ്. അതേസമയം ഇതൊന്നും ഇപ്പം ഇല്ല, വളരെ വളരെ കുറവാണ്. കുരിശ് വരയ്ക്കാനാണെങ്കിൽ പോലും ഫോർ ദ സേക്ക് ഓടിപ്പോയി കുരിശ് വരച്ച് എങ്ങനെയോ കൊന്ത തീർത്ത് TV വെക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയുള്ള സിസ്റ്റത്തിൽ അതും കാണത്തില്ല. കാര്യം ആ സമയത്ത് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനാണ് വരുന്നത്. അവരെ സംബന്ധിച്ച് മകൻ ഒരു മുറിയിൽ, മകൾ വേറൊരു മുറിയിൽ, ഞാൻ വേറൊരു മുറിയിൽ, എല്ലാവർക്കും അവനവൻ്റേതായ കാര്യം. ഈ ലോകത്ത് അങ്ങനെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ബന്ധങ്ങളെവിടെ? സ്നേഹം എവിടെ? പരസ്പരം സഹായവും സഹകരണവും സപ്പോർട്ടും എവിടെ? ഒന്നുമില്ല. യാന്ത്രികമായി നടക്കും. ആകെയുള്ളത് എൻജോയ്മെൻറ്റ്. ഈ എൻജോയ്മെൻറ്റിൻ്റെ അവസാനം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. പക്ഷേ ഇതിൽ പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ പറ്റുന്ന കണ്ണു പോകുന്നു, നാഡീവ്യവസ്ഥകളെ ബാധിക്കുന്നു, തലവേദന വരുന്നു, തലച്ചോറിന് പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ എന്താ അൾട്ടിമേറ്റ്ലി ഒരു എൻ്റെ സമൂഹത്തിൻ്റെ നാശം എന്നുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. മാം, അതിലൊരു കാര്യം കൂടി പറയട്ടെ. അതായത് ഇന്ത്യയിൽ ഒരു 2-3 തരത്തിലുള്ള വീഡിയോ ഗെയിമുകൾ നിരോധിച്ചിരുന്നു ഈ അടുത്ത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കുട്ടികളെ അല്ലെങ്കിൽ ഈ ഒരു യുവാക്കളെ, ഒരു കൗമാരപ്രായത്തിലുള്ള ആളുകളെയൊക്കെ വലിയ രീതിയിൽ ടാസ്കുകൾ കൊടുത്ത് സ്വയം മരിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ചില ഗെയിമുകളായിരുന്നു അത്. എനിക്ക് അറിയത്തില്ല അതിനെപ്പറ്റി. കാരണം ഞാൻ ഇവിടെ എനിക്ക് ഒന്നാമത് വീഡിയോ ഗെയിമിനെ പറ്റി കണ്ടിട്ടില്ല. അല്ല, അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ രാത്രി 12 മണിക്കൊക്കെ പുറത്തിറങ്ങുക, അവർ പറയുന്ന ടാസ്കുകൾ കൊടുക്കുക, ഏറ്റവും ഒടുവിൽ അവരെ തന്നെ ഇല്ലാതാക്കുക, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് വളരെ തന്ത്രപരമായിട്ട് ഒരു തലമുറയെ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമമാണ് എന്നുള്ളത് ഇവർ പോലും തിരിച്ചറിയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സബ് കോൺഷ്യസിൽ പോയി പിന്നീട് ഇത് കോൺഷ്യസിലേക്ക് വരുന്നു, അത് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും? അധ്യാപകർക്ക് പറ്റും, പേരൻസിന് പറ്റും. പേരൻസും അധ്യാപകരും ഇതിൽ നന്നായിട്ട് റോളുള്ള ആളുകളാണ്. കാര്യം അവരാണ് പ്രൈമറിലി ഒരു സ്റ്റുഡൻറ്റിനെ കാണുന്നത്. പിന്നെ മിക്ക കേസസിലും ഈ അധ്യാപകരാണെങ്കിൽ പോലും കുട്ടികളെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ പേടിയാണ്, അല്ലേ? പേടിച്ച് വേണം കുട്ടികളുടെ മുമ്പിൽ നിൽക്കാനായിട്ട്. പണ്ടൊക്കെ അങ്ങനെയാണോ? പണ്ട് നമ്മൾ ടീച്ചേഴ്സിനെ കാണുമ്പോൾ നമ്മുടെ മുട്ടുവിറക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. പിള്ളേരുടെ ആറ്റിറ്റ്യൂഡും നടപ്പും സംസാരവും ഡ്രസ്സിങ്ങും ഒക്കെ കാണുമ്പോഴത്തേക്കും ടീച്ചേഴ്സ്, അയ്യോ ഞാൻ എൻ്റെ കാര്യം നോക്കി എൻ്റെ പഠിപ്പിയിലൊക്കെ പഠിപ്പിച്ച് ഞാൻ പോകുന്നു, എന്തിനാണ് ഞാൻ വെറുതെ. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ എല്ലാ കുട്ടികൾക്കും ഡീപ്പറായിട്ട് ഫോക്കസ് ആയിട്ട് കിടക്കുന്ന ഒരു വിഷയമുണ്ട്: പരിഗണന ഇല്ലായ്മ. അവരെ കേൾക്കാൻ ആളില്ല, അവരോട് സംസാരിക്കാൻ ആളില്ല, അവരോടൊന്ന് ആശ്വാസവാക്ക് പറയാനായിട്ട് ആളില്ല. അപ്പോൾ പിന്നെ ഈ ആശ്വാസമൊക്കെ തേടിപ്പോകുന്നത് എവിടെയാണ്? അതിനാണ് ഈ എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് അഡിക്ഷൻസ് വരുന്നത്. അത് മുഖേന പോർട്ടൽ ഓപ്പൺ ആകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു വരുമ്പോൾ സ്നേഹവും കരുതലും തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിനാണ് അൾട്ടിമേറ്റ് പ്രസക്തി.
ഒരധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ വഴക്ക് പറഞ്ഞു, ക്ലാസ്സിലൊന്ന് അത്യാവശ്യം ദേഷ്യപ്പെട്ടു. അതേ അധ്യാപകൻ തന്നെ ആ കുട്ടീനെ ഒന്ന് ചേർത്ത് പിടിച്ചു കഴിയുമ്പോൾ ഈ കുട്ടിക്കോ ആ അധ്യാപകനോ പരസ്പരം ഹൃദയവേദന ഇല്ല. പകരം മോനെ ഞാൻ പറഞ്ഞു നിൻ്റെ നന്മയ്ക്കാണ് എന്ന് പറയാം. ചില കേസസിൽ ഈവൻ ഞാൻ പോലും എൻ്റെ ക്ലയൻറ്റ്സ്, അതിപ്പോൾ അവർക്ക് എത്ര വയസ്സുണ്ടെങ്കിൽ പോലും കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷവും അവർ മനപ്രയാസപ്പെട്ട് മകനെയോ മകളെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ ഒക്കെ ഓർത്ത് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ അവരോട് കുറച്ച് വോയിസിലൊന്ന് സീരിയസ് ആയിട്ട് പറയും, സ്റ്റോപ്പ് ഇറ്റ്, ചെയ്യാൻ പാടില്ല. പകരം നിങ്ങൾ പ്രാർത്ഥിക്കൂ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ചേർത്ത് പിടിക്കലിനാണ് വളരെ പ്രാധാന്യം. ഒരാളെ തള്ളിക്കളയാനും വെറുപ്പിക്കാനും അവരെ ഉപേക്ഷിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. അതിനും ചേർത്ത് പിടിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. സൈക്കോളജിക്കലി പറയാൻ പല പല തിയറീസ് കാണും. പക്ഷേ ആസ് എ സ്പിരിച്വൽ പേഴ്സൺ എനിക്ക് പറയാൻ പറ്റുന്നത് സ്നേഹമില്ലാത്തിടത്താണ് ഈ വക കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്, വേറെ അഡിക്ഷൻസിലേക്ക് പോകുന്നത്, പോർട്ടൽ ഓപ്പൺ ആകുന്നത്. പിന്നെ അത് പരിഹരിക്കാൻ പറ്റുകയില്ല. പറ്റാതെ വരുമ്പം അവരെ തള്ളിക്കളയും, മുദ്ര കുത്തും, ഇവൻ നശിച്ചവനാണ്, നശിച്ചവളാണ്. എന്നാൽ ഒരു മനുഷ്യൻ മതി അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ. ഒരു വാക്ക് മതി, ഒരു ചെറിയ പുഞ്ചിരി മതി, എന്താ മോനെ സാരമില്ല പോട്ടെ ഇങ്ങുവാ എന്ന് പറഞ്ഞാൽ മിക്ക കേസസിലും അവർക്കൊരു തിരിച്ചുവരവിനുള്ള സാധ്യതയാണ്. അത് ചെയ്യണം. നമ്മളത് ചെയ്യുന്നതിന് മുമ്പ് വൺസ് അഗെയിൻ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണോ എന്ന് മേക്ക് ഷുവർ ചെയ്യുക. അവരുടെ കൂടെ എക്സ്റ്റേണൽ എൻറ്റിറ്റീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെപ്പറ്റി നിങ്ങളും ബോധവാന്മാരായിരിക്കണം.